ആരാണ്ടാ പോണത്? സുകുമാരനാണാ? ആ അതെ. നിന്റെ കയ്യിൽ എന്നതാണ്? ഇങ്ങാട്ട് വന്ന് എന്നതാണ്ടായത്? മീൻ. ഇതെവിടെ കൊണ്ടുപോയി? ഇവിടെ കൊണ്ടുവന്നതാ. ഇവിടെ എന്നാത്തിന്? കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല. മീൻ ഉണ്ടെങ്കിൽ കൊടുത്തയക്കാൻ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളിയുടെ ഷാപ്പിൽ നിന്ന് തന്നയച്ചതാ. ഇത്രയും വലിയ മീനാ? മങ്കേ, ഞാൻ പൊക്കോട്ടെ? ഇല്ലടാ, ചോദിക്കട്ടെ. ഈ മീനിന് എന്നാ വില വരും? ആ, എനിക്കറിയാൻ മേല. 4 ഒരു ദേശം ഒരു 45 രൂപയെങ്കിലും വരും. 45 തന്നെ കൂട്ട്. ഉമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്കാം? ഷാപ്പിൽ മുറിക്കണ കണക്കാണ് ചോദിക്കണത്. ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും. 16. ഒരു കഷ്ണത്തിന് എന്നാ വില വരും? ഉദ്ദേശം മതി. കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത്. അപ്പ 16 മുതലാളിനെ കൂട്ട്. കണക്ക് പിടിയില്ലല്ലേ? 16 112 രൂപ വരും. ഇനി ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും? ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഓവേ. ഇനിയും പറയണ? ഒരു കാര്യവും ഇല്ലേ? നിന്റെ വായിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയിപ്പിച്ചത്. എന്റെ വായിൽ എവിടെയാണ് ചാണകപ്പുളി? എടാ, നീ 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യവും കൊടംപുളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കൊടംപുളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞ കൊടംപുളിക്ക് ഇപ്പൊ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത്? മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സൂക്കും മാരാ. കുടികാർ സമ്മതിക്കില്ല മുതലാളി. ഇപ്പോഴത്തെ കുടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ. അവർ വഴക്കുണ്ടാക്കും. എടാ മണ്ട, വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി 2 കഷ്ണം കൊടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാറ്റച്ചിയുടെ കരയെ കയറ്റി വെച്ചേക്കണം. കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ. അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുകയാണെങ്കിൽ 2 ആഴ്ച തിരിക്കും. അറിയായ? അതൊക്കെ മുതലാളി ചെയ്താൽ മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ എന്നടാ പറയണത്. അതൊക്കെ പോട്ടെ. ഇതിന് കറിച്ചെലവെന്നാ വരും? അനുസാരിക്ക്. ഒരു 11, 11.5, 11.75. വേണ്ട, 12 പിടി. 45 രൂപ മീൻ, 12 രൂപ അനുസാരി. 45ഉം 12ഉം ആ കൂട്ടിക്കോ. ആ കാര്യം വിട്ടുപോയി. 45ഉം 12ഉം 57. 16 കഷ്ണത്തിന് 112 രൂപ. 112ന് 57ഉം പോഹ. എന്നെ മുതലാളി, ഞാൻ പോക്കോട്ടെ? നീ വിഷമിക്കണ്ടാടാ, ഞാൻ കുറച്ചു തരായേ. 57ഉം പോഹ 55 രൂപ. 55 രൂപ ലാഭം, 57 രൂപ ചെലവ്. മൊത്തം 112 രൂപ. ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപയമ്മാങ്കേ. ഇതൊക്കെ നോക്കിയിരുന്നാലേ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇതോടെ കൊടുക്കണ കൊണ്ടുപോണ? നീ കൊണ്ടുപോയി ചാപ്പിലി കൊടു. മങ്കെ അങ്ങനെ മീന് കൂട്ടാണ്ട. കൊച്ചുവാവേ, കണമ്പ് കറി കൂട്ടിയിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിറ്റിട്ടേണ്. ചെല്ല് കൊണ്ടക്കൊടു. ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ. നീ കറി യൂണിയൻകാരനാണല്ലോ. ഒന്നുകൂടെ പൊക്കി കുത്തിക്കോ. അല്ലെങ്കിലേ സുകുമാരാ, അത് ഉരിഞ്ഞ് തലേ കെട്ടിക്കും. തുടക്കട. ഞാൻ വന്നൂല്ലോ. അതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ, എനിക്കിവിടെ വന്നൂടെ? അല്ല, വരാം. ഇപ്പോഴിങ്ങോട്ട് വന്നത് എന്തിനാ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതെന്താ മോഹൻ, ഒരു വക വല്ലാണ്ടെങ്ങനെ? ഏയ്, ഒന്നുമില്ലല്ലേ. മോഹന്റെ അമ്മ എവിടെ? എന്തിനാ അമ്മയെ? എന്തിനാ? എന്താ മോഹൻ ഇത്? ഒന്നുമില്ലല്ലേ. അമ്മയെ കാണുമെന്ന് പറഞ്ഞ എന്തിനാ? മോഹന്റെ അച്ഛൻ കോലോത്തിട്ട് ഒരൂട്ടം ചെയ്യാൻ പോണില്ലേ? അതെ, ചാരായം മാറ്റൽ. അങ്ങനെ ചെയ്തു വെച്ചാൽ മഹാ കഷ്ടാണെന്നാ രാമൻ നായർ പറയണത്. അത് ചെയ്യാണ്ടിരുന്നാൽ തരക്കേടില്ലാന്ന് മോഹന്റെ അമ്മയോടൊന്ന് പറയാലോ. ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കാണ്ടിരിക്കുവോ? എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവുമെന്ന് മോഹനല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാ, പക്ഷേ ഉടനെ ഇങ്ങനെ ഒരു പരീക്ഷണം വേണമായിരുന്നോ? പിന്നെ മോഹന്റെ വീടൊക്കെ ഒന്ന് കാണാലോ. നല്ല അസല വീട് അല്ലേ?
മോഹന്റെ അമ്മയല്ലേ? ഞാൻ ലത. അമ്മയുടെ കാര്യം മോഹൻ പറയാറുണ്ട്. അമ്മേ? ഏതമ്മ? ഈ അമ്മ തന്നെ. വേറെ ആരാ അമ്മ? മോഹന്റെ അമ്മ എന്റെ അമ്മയെ പോലെയാണെന്ന് കൂട്ടിക്കോളൂ. അയ്യോ കൊച്ചമ്പ്രാട്ടി. കൊച്ചമ്പ്രാട്ടിയോ? എന്നെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ. ലത എന്ന് വിളിച്ചോളൂ. മോഹൻ അങ്ങനെയാണല്ലോ വിളിക്കണത്. എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവൂന്നും പറഞ്ഞുല്ലോ. ആര് പറഞ്ഞു? മോഹൻ തന്നെ. അല്ലാണ്ട് ആരാ? എന്താ മോഹൻ പറഞ്ഞില്ലെന്നുണ്ടോ? അമ്മ അറിഞ്ഞോ? അച്ഛൻ ഇവരുടെ കോലത്തിട്ട് ചാരായം മാറ്റാൻ പോണത്രേ. അത് ചെയ്യരുതെന്ന് അമ്മയോട് പറയാനാ ലത വന്നത്. എന്നോട് പറഞ്ഞ എനിക്ക് എന്നാ ചെയ്യാനൊക്കും? ഇവിടുത്തെ ആളിന്റെ പടുതി ഒന്ന് വേറെയാണ്. അമ്മ അങ്ങനെ ഒഴിഞ്ഞു പറയരുത്. ഒന്ന് സഹായിക്കാണ്ട് പറ്റില്ല. പക്ഷേങ്കി പുള്ളിക്കാരനിപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ലത ഒരു കാര്യം ചെയ്യും. ലത ഇപ്പൊ പോയിക്കോളൂ. അച്ഛൻ വരുമ്പോ അമ്മയും ഞാനും കൂടി പറഞ്ഞ് ശരിയാക്കിക്കോളാം. വിവരം അവിടെ അറിയിക്കുകയും ചെയ്യാം. പോരെ? എങ്കിൽ ഞാൻ പോയിട്ട് രാമൻ നായരെ പറഞ്ഞു വിടാം. എന്താ? ആ, എന്നാലും തിരക്കേടില്ല. ഏതായാലും ലത ഇനി ഇവിടെ നിൽക്കണ്ട. പോയിക്കോളൂ. ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കോളാം. എങ്കിൽ വരട്ടെ. നീ അവിടെ നിന്നുകേ. നീ എന്നതൊക്കെയാണ് മോനെ ഈ ഒപ്പിച്ചു വെച്ചേക്കണത്? എന്താ അമ്മേ? കെട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം തമ്പുരാട്ടി കുട്ടി. അത് കണ്ണുനീര് കുടിക്കണത് ഞാൻ കാണണമല്ല ദൈവമേ. എടോ സാറേ, താൻ ആ കിസ്തളവിനുള്ള കള്ളാസ് എഴുതി വിട്ടാ? ഇല്ല മുതലാളി, ഇന്ന് വിട്ടേക്കാം. ശരിക്ക് തട്ടിയേക്കണം കേട്ടാ. കിസ്തളവ് ചെയ്തു തന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നൊരു ഒരു സൂചന. ആ അതെ, അത് തന്നെ. വെട്ടിത്തുറന്ന് എഴുതി കളയരുതും. വായിച്ചാപ്പിടി കിട്ടുകയും വേണം. അതെല്ലാം ഞാൻ ഏറ്റു മുതലാളി. പക്ഷേ ഒരു കുഴപ്പം. 2 ദിവസത്തെ പണിമുടക്കെങ്കിലും നടക്കാതെ കിസ്തളവ് ചെയ്തു തരണമെന്ന് എങ്ങനെ ആവശ്യപ്പെടും? ഓ, ആ യൂണിയൻകാരാണ് പറയടോ 2 ദിവസം ഒന്ന് മുടക്കിത്തരാൻ. ദേ, ഒരു വക പുത്തമ്പണക്കാരന്റെ വിവരദോഷം എന്നോട് പറയരുത്. ബോധത്തിന് പറയുന്നുണ്ട്, അതിലില്ലേ? പൊന്നു മുതലാളി, മാപ്പാക്കണം. അബദ്ധം സംഭവിച്ചു പോയി. ഞാനിപ്പോ എന്നതാണ് ഈ പറഞ്ഞത്? മായയാണോ മന്ത്രമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. എന്റെ മുമ്പിൽ വേറെ ആരോ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്. അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ആ ശരി ശരി, പുത്തമ്പണക്കാരന്റെ വിവരദോഷം അല്ലേ? ആ ഇരി ഇരിക്കടോ. കോലത്തുനിന്ന് ആ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയി. ആര്? കോലത്തെ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയെന്ന്. അതിനിവിടെ തമ്പുരാക്കന്മാരും ഇല്ലല്ല. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണണ്ടാ? ഇതെന്നത് നോട്ടാണ്? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറയണത് നേരാണാ? എടോ ഓ സാറോ എന്തോ എഴുന്നേറ്റ് നെല്ലി. നമ്മളെ രണ്ടാളെയും വിത്തരിക്കാൻ പോവുകയാണ് മന്ത്രി മംഗമാമ. പുതിയ എസ്കേസ് മന്ത്രിയാണ്. ഇങ്ങാട്ടിരിയെന്ന് കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മ ഇതാരപ്പ? എസ്കേസ് ഇൻസ്പെക്ടറാ? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ തുടങ്ങിയ പിന്നെ ആ തമ്പരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ നിൽക്കുവാ. വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് മാറ്റാമേലേ? എടീ, വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ. എനിക്ക് മേലെ കോലാത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഇട്ട് ചാരായം മാറ്റണം. അതെന്താ അത്ര വലിയ നിർബന്ധം? ആ അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ആ കോലോ നിൽക്കുന്നിടത്ത് കുളം തോന്നണമെന്നായിരുന്നു കൊച്ചിലെ മുതലുള്ള എന്റെ ഒരാശ. ഓരോരോ ബാലചാബല്യങ്ങളെ. എന്താ? എടീ, എന്റെ അച്ഛനെ വെട്ടിയരിഞ്ഞിട്ട കോലാത്തിട്ട് ഞാൻ ചാരായം വാറ്റും. അതിനാണ് ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. ആ തമ്പുരാട്ടിമാരുടെ ഓഹരി മാത്രം തന്നില്ല. ആ എട്ടിപ്പിടിച്ചണ്ടിരുന്നോട്ടെ. ഞാൻ അവിടെ ഇട്ട് ചാരായം വാറ്റ് തുടങ്ങുമ്പോ തമ്പുരാട്ടിമാര് താനേ പുറത്ത് ചാടും. അപ്പൊ ഞാൻ വാറ്റ് നിർത്തും. എന്നിട്ട് ആ കോലാത്തിന് തീയിടും. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം കുഴിക്കും. ആ കുളത്തിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി ഞാൻ കുടിക്കും.
എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലാണത്. വിടുകേല കൊച്ചുവാവ.